അസ്സലാമലൈക്കും, വളരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നൈറ്റ് ഷിഫ്റ്റിന് പോകുന്ന വീഡിയോ ഇടാന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയല്ല, സമയം 6 മണി ആയിട്ടുള്ളൂ. എനിക്കൊരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതി, അത്രയും സമയം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ കാണിച്ചു തരാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതാണ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എൻ്റെ ജാക്കറ്റ് ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കണം കേട്ടോ. ഈ റൂമിൻ്റെ കോലം നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം, കാരണം അത്രയ്ക്കും വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. ഈ റൂം ഒരു ദിവസം വൃത്തിയാക്കണം എന്നുണ്ട്, അതെന്നാന്ന് മാത്രം എനിക്കറിയില്ല. ചില സമയത്ത് വീക്ക് ഓഫ് കിട്ടുമ്പോൾ മാത്രമാണ് റൂം ഒന്ന് വൃത്തിയാക്കി വെക്കാറ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഫാൻ ഇടട്ടെ, കാരണം എൻ്റെ ഡ്രസ്സ് ഉണക്കാട്ടിട്ട് ഞാൻ തിരുമ്പിയിട്ടുള്ളൂ, ഉണങ്ങി കിട്ടുക രാത്രി ആകുമ്പോഴത്തേനും. അപ്പോൾ എന്തായാലും ഞാൻ കിച്ചണിക്കൊക്കെ ഒന്ന് പോട്ടെ, കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഞം തിന്നണമല്ലോ പോണതിൻ്റെ മുമ്പ്. കാരണം ഉച്ചക്ക് പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് വിശക്കണുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ആക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ആക്കി എന്തൊക്കെയെന്ന് കാണിച്ചു തരാം. പാലുണ്ട്, പിന്നെ കിറ്റ്കാറ്റ് ഉണ്ട്, പിന്നെ 2 ആപ്പിളും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറുതായിട്ട് ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സാധനമൊക്കെ മേടിച്ചിരിക്കുന്നത്. എനിക്ക് പെട്ടെന്നൊരു കിറ്റ്കാറ്റ് ഷേക്ക് കുടിക്കാൻ വേണ്ടി പൂതിയാവും കേട്ടോ. ഇവിടുന്ന് പുറത്തുനിന്ന് എയർപോർട്ട് സൈഡിൽ നിന്ന് എന്ത് മേടിച്ചാലും നല്ല വിലയാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ റൂമിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോട്ടെ. അപ്പോൾ നമ്മൾ ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി പോണത് അഗാരോൻ്റെ ഗാലക്സി പോർട്ടബിൾ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇവിടെ മിക്സി ഇരിക്കുന്നുണ്ട്, പക്ഷേ മിക്സി എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ ബ്ലെൻഡർ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. എനിക്ക് ബ്ലെൻഡർ അത്യാവശ്യമായിട്ടുണ്ട്, കാരണം എനിക്ക് പ്രോട്ടീൻ കാരണമൊന്നും ഇല്ലയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് സ്മൂത്തി അടിച്ച് കുടിക്കണം എന്ന് ആഗ്രഹമുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഈ ബ്ലെൻഡർ മേടിച്ചത്. അപ്പോൾ നമുക്ക് നേരെ ജ്യൂസും സ്മൂത്തി അല്ല ജ്യൂസും ഷേക്ക് കടിക്കാനും പോകട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അഗാരോൻ്റെ ഗാലക്സി പോർട്ടബിൾ ബ്ലെൻഡർ എന്ന് പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു യൂസർ മാനുവൽ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ വാറണ്ടി കാർഡും അവൈലബിൾ ആണ് കേട്ടോ. 1 ഇയർ വാറണ്ടി വരെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ചാർജിങ് കേബിൾ അവൈലബിൾ ആണ്, USB കേബിളാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് സൈഡ് ഭാഗത്തിൽ നമുക്ക് ചാർജിങ്ങിൻ്റെ പോർട്ടും ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഗ്ലാസിൻ്റെ ജാർ അടച്ചിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഓണാക്കാൻ പറ്റുക. ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ ഓണാവും, ഒരു പ്രസ് ചെയ്താൽ ഓഫ് ആവും ചെയ്യും കേട്ടോ. നമുക്ക് ഈ ലിഡ് തുറക്കാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വാഷറുള്ള കാരണം കൊണ്ട് ടൈറ്റായി നിൽക്കും കേട്ടോ. ഈ ഗ്ലാസിൻ്റെ ജാർ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ റെഡ് കത്തിയിട്ട് അത് ആ ബ്ലേഡ് കറങ്ങുക ചെയ്യില്ല കേട്ടോ. അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു സെൻസറുള്ള കാരണം കൊണ്ടാണ് കേട്ടോ അത് കറങ്ങാത്തത്. ഇതിന് ബ്ലേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ബ്ലേഡുള്ള കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് അത് മിക്സ് ചെയ്ത് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഉള്ളിലും ഇതേപോലെ വാഷറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ജ്യൂസ് അടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആപ്പിൾ ആദ്യം ചെറിയ കഷ്ണാക്കിയിട്ട് അതിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അത്യാവശ്യം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട, തേനാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. എനിക്കത്ര ഹെൽത്തി ആവണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മുറുക്കി വെച്ചതിന് ശേഷം ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഓഫ് ആവുകയും ചെയ്തോളൂ. ഒരു ചെറുതായിട്ടൊന്ന് കറങ്ങി കഴിയുമ്പോഴേക്കും അത്രയും ബ്ലേഡുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കിട്ടും കേട്ടോ. നല്ല അത്യാവശ്യം തരിക്കണ്ടൊന്നും ആവശ്യമില്ലാത്ത രീതിക്ക് തന്നെ ആപ്പിൾ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്ര അടിപൊളിയായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നതല്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി കിറ്റ്കാറ്റ് മേടിച്ചതെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഞാനൊരു കിറ്റ്കാറ്റ് ജ്യൂസും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം നോക്കിയപ്പോൾ ഐസ്ക്രീം തപ്പിയിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കിറ്റ്കാറ്റ് ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കിറ്റ്കാറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് കുറച്ച് മാത്രം മധുരം ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ സെയിം പ്രോസസ്സ്, ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോഴത്തേനും ജസ്റ്റ് കറങ്ങാൻ തുടങ്ങി. അപ്പോഴത്തേനും നല്ലൊരു ഷെയ്ക്ക് പോലെ തന്നെ ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അത് പിന്നെ എൻ്റെ കൈപ്പുണ്യത്തിനുണ്ട് വേറെ കാര്യം, പക്ഷെ നല്ല തരിതരൊന്നും ഇല്ലാതെ അത്യാവശ്യം നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് കഴുകാൻ വേണ്ടിയിട്ട് ഭയങ്കര സുഖമാണ്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ലിക്വിഡ് സോപ്പ് എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ബട്ടൺ ഓൺ ആക്കിയതിന് ശേഷം കുറച്ച് നേരം അടിക്കാൻ വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ സാധാരണ എല്ലാ പാത്രവും കഴുകണ പോലെ ജസ്റ്റ് നമുക്ക് സോപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റണം കേട്ടോ. പക്ഷെ നമ്മൾ എടുത്ത് വെക്കണ നേരത്ത് എല്ലാതൊന്നും തുടച്ചെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് അതിനൊരു വൃത്തി ഇങ്ങനെ തുടച്ചെടുത്ത് വെക്കുമ്പോഴാണല്ലോ. അപ്പോൾ നമ്മൾ തുടച്ച് തിരിച്ച് അതേപോലെ തന്നെ എടുത്ത് വെക്കുകയാണ്, കാരണം നമുക്ക് ഇനിയും ജ്യൂസ് അടിക്കേണ്ടതാണല്ലോ. സോ ഗൈസ്, നമ്മൾ ബ്ലെൻഡറിൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞു, നമ്മളിത് കുടിച്ചു. ഇനി നമ്മൾ വർക്കിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ബ്ലെൻഡർ മേടിച്ച് നോക്കിയോന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും മേടിച്ച് ട്രൈ ചെയ്തേക്കാം. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ മേടിച്ചപ്പോൾ ഇത്ര ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല, പക്ഷേ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ എന്തായാലും ഞാനിനി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട് ഗൈസ്. അങ്ങനെ ജ്യൂസ് അടിക്കലിന് ശേഷം അടുത്തായി ഞങ്ങൾ അവതരിപ്പിക്കാൻ പോണ പരിപാടി ചാമ്പക്ക ഉപ്പും മുളകുട്ട് കഴിക്കൽ എന്നൊക്കെ പറഞ്ഞു വരാൻ നിന്നപ്പോഴാണ് ഞാൻ ഒരു സാധനം കണ്ടത്. ഇപ്പോൾ കാണിച്ചു തരാം, വെയിറ്റ്. ഇതേ നോക്കൂ, വിളിക്കാതെ വന്ന വസന്തം.
ഇങ്ങോട്ട് നോക്ക്, അത് നോക്ക്, പുയു. അത് ഈ സാധനത്തുമ്പോ തോന്നുന്നു ഇത് അത് കേടന്നതല്ലേ, അത് കളയാം. നോക്കിയിട്ട് കണ്ടിട്ട് കൊടുത്താ മതി. ആ അവന് വന്നിരിക്ക്. ചീത്ത ഭാഗം അങ്ങോട്ട് ഇതാക്കി എന്ത് പാത്രത്തിന്റെ അടുത്ത് അത് കേറിയിട്ട് പുഴു ചാടി കേറി. അയ്യോ സോറി. എവിടെ ഒരു ഭാഗത്ത് ചാടി കേറിയിട്ട് പുഴു. എന്നിട്ട് എവിടെ അടിയില് അതിനെ കൊണ്ട് ഞാൻ എന്താ നിർത്തോ. എൻ്റെ കൈമോട്ടാ ഗൈസ്, നമ്മൾ ചാമ്പക്കൻ്റെ പകുതി എടുത്തതിന് ശേഷം എൻ്റെ കൈമ ഓൾറെഡി ഇരിക്കുന്നുണ്ട് എന്ത് മുളക്. അപ്പം ഞാൻ അത് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് മസാലക്ക് എന്താ പറയുക, കുറച്ചും കൂടി മുക്കിയിട്ട് സോ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ വർക്കിന് പോകാൻ വേണ്ടി മുടി കെട്ടാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. മുടി കെട്ടലാണ് ഏറ്റവും വലിയ ആഡംബരമായൊരു കാര്യം. അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ കാലത്ത് തുടങ്ങും, കാരണം എനിക്ക് ആസ്വദിച്ചിട്ട് മുടി കെട്ടാൻ വേണ്ടിയിട്ടോ. കാരണം ഞാൻ മുടി കെട്ടാൻ ധൃതിയിൽ നിന്ന ഒരൊറ്റ പ്രാവശ്യം പോലും നേരാവാറില്ല. നേരെ മറിച്ച് ഞാൻ പതുക്കെ നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നേരാവണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞങ്ങൾക്ക് പഫ് പോലെ വെക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നാണ് എടുത്ത് വെക്കാറ് സിമ്പിളായിട്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് ചെറുതായിട്ടൊരു പുഷ് ഇങ്ങനെ കൊടുക്കും, കാരണം ഉള്ളിൽ പഫ് വെച്ചിട്ട് ചെയ്യണം എന്നാണ് പറയാറ്. പക്ഷേ എനിക്ക് പഫ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു അന്തം കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ ഈ ഒരു ഐഡിയ, എനിക്ക് പിന്നെ ഓൾറെഡി ഞാനിങ്ങനെ പോണിട്ടൽ കെട്ടി ശീലമായതുകൊണ്ട് ഇങ്ങനെ കെട്ടുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല. കാരണം ഞാൻ ഏറെക്കുറെ ഇങ്ങനെ പോണിട്ടൽ കെട്ടാറുണ്ട്. പക്ഷേ ഈ പഫ് കുറച്ച് നേരം ഇങ്ങനെ കൊണ്ടു നടക്കുക പറഞ്ഞാൽ ചെറിയ കാര്യമില്ല കേട്ടോ, അത് ഒരു കുറച്ച് വലിയ കാര്യമാണ്. പിന്നെ പഫ് മാത്രമല്ലല്ലോ, ബാക്കിൽ നമുക്ക് ബൺ ചെയ്യും കൂടി വേണമല്ലോ, അത് വേറെ വലിയൊരു ടാസ്ക്. അങ്ങനെ അതൊക്കെ കൂടി കെട്ടി വരുമ്പോഴത്തേനും നമുക്ക് അടുത്ത ഫേസിൽ മേക്കപ്പ് ചെയ്യാനുള്ള സമയം ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മുടി കെട്ടിയതിന് ശേഷം കേട്ടോ ഫേസിൽ മേക്കപ്പ് ചെയ്യുക. പിന്നെ അവസാനം മുടി ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടിച്ച് വെക്കുന്നതും ഈ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കൺസീലർ, കളർ കറക്റ്റർ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. വെറും ഫൗണ്ടേഷൻ മാത്രം യൂസ് ചെയ്തിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാറ് പതിവ് കേട്ടോ. പിന്നെ കണ്ണുമ്പോൾ ഞങ്ങൾക്ക് ഒരു ന്യൂഡ് കളർ അല്ലെങ്കിൽ ഷിമ്മറി, കോപ്പർ അങ്ങനത്തെ ഒരു കളറൊക്കെ കണ്ണുമ്പോൾ അത്യാവശ്യമാണ്. കാരണം തിളങ്ങി കാണണം, കണ്ണുണ്ട് എന്ന് എല്ലാവരും അറിയണം. അങ്ങനത്തെ ഒരു കളർ വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഐലൈനർ എഴുതണം. ഐലൈനർ കണ്ണാടി നോക്കി എഴുതാറുള്ളൂ അതിൻ്റെ ഒരു ശരി വരിക. പിന്നെ ഐലൈനർ എഴുതാൻ ഞാൻ പെട്ടെന്ന് തന്നെ പഠിച്ചിട്ടോ, കാരണം എത്ര എഴുതാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നേരെ പോയി ഞാൻ സാരി മാറ്റിയതിന് ശേഷം കേട്ടോ ബാക്കി കാര്യങ്ങൾ. ഞാനിങ്ങനെ ക്യൂട്ട്നെസ് വാരി വിതറുമ്പോൾ ബാക്കിൽ ആൾക്കാരൊന്നും നോക്കാനുള്ള കാര്യം ഞാൻ മറന്ന് ഞാൻ ക്യൂട്ട്നെസ് ഇടുകയാണ്. അപ്പോൾ വന്നപ്പോൾ ചിരിച്ചാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ചിരിക്കുമ്പോൾ തുടുത്തൊക്കെ ബ്ലഷ് ഇട്ടിട്ട് പിന്നെ എൻ്റെ ID കാർഡും അതും ഒരു പെന്നും, അത് നിർബന്ധം. പിന്നെ അളകുന്നതിൻ്റെ സ്പ്രേ ആണ് കേട്ടോ. ഓളം ഉറങ്ങിയെന്നോ, പിന്നെ സമ്മതം ചോദിക്കാനൊന്നും പറ്റിയില്ല. എന്തായാലും നല്ലോണം അടിച്ച് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഏറെക്കുറെ എല്ലാം ഒരുങ്ങി സെറ്റായി. ഞാൻ എൻ്റെ ബാഗും കൂടി റെഡിയാക്കിയാണ് കേട്ടോ. ബാഗിലേക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വെക്കാണ്ട്, കാരണം എനിക്ക് കണ്ടിന്യൂ ഷിഫ്റ്റ് ആയ കാരണം കൊണ്ട് ചാർജർ, പിന്നെ അതുപോലെ ഇയർഫോൺ എന്തിനെടുത്ത് വെക്കണം എന്നറിയില്ല, എന്നാലും ഞാൻ വെറുതെ ഇയർഫോണൊക്കെ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ എനിക്കെൻ്റെ നോട്ട് പാഡ് എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. വാട്ടർ ബോട്ടിൽ പിന്നെയാണ് എടുത്ത് വെക്കാം കേട്ടോ. കാല് വാട്ടർ ബോട്ടിൽ വെക്കുന്നിട്ട് അവിടെ പോയി നടക്കും. അതാണ് എൻ്റെ എപ്പോഴത്തെ ഡ്യൂട്ടി. അങ്ങനെ നേരെ ഞാൻ എൻ്റെ എങ്ങോട്ട് പോയി, എയർപോർട്ടിൽ പോയി ഗൈസ്. എയർപോർട്ടിൽ പോയി ഞാൻ എയർലൈൻ ഓഫീസിൽ പോയി പാസ്സൊക്കെ മേടിച്ച് കൊടുത്ത് നല്ല ഫുഡ് കഴിച്ച്, പുലാവും കറിയും പിന്നെ കെച്ചമ്പറും അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ പുലാവൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ വർക്കിന് കയറിയ ശേഷം പിന്നെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം വർക്കിന് കയറിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റും. അത് നിയമലംഘനമാണെന്നൊന്നും അറിയാത്ത കാരണം കൊണ്ട് ഞാനങ്ങനെ കുറേ വീഡിയോസൊന്നും എടുക്കാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ വിശേഷം ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. ഇനിയൊരു നല്ല വീഡിയോ കണ്ടൻറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.